ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം നമുക്കില്ലെങ്കിൽ വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, അതേപോലെ തന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതും, പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കരിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇതൊന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം വഴന്ന് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയോ, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയോ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് മല്ലിച്ചപ്പും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പൊടികളിലൊക്കെ പച്ചമണം നന്നായി മാറി വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എന്താക്കുക, ഒരു ചെറിയൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് വേവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് നല്ല വഴറ്റി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അതവിടെ മസാല റെഡി ആയിക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ഇവിടെ 4 പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് അത്യാവശ്യം ഒരു ചപ്പാത്തീൻ്റെ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ അവിടെ കുഴച്ചെടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല മയം ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ? അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതേപോലത്തെ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ 4 പേർക്ക് ഉണ്ടാക്കണത് കൊണ്ട് മൊത്തം ഒരു 8 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ചപ്പാത്തീൻ്റെ കുറച്ച് വലുപ്പത്തിൽ പരത്താം. എന്നിട്ട് അതിലേക്ക് മസാല ചേർക്കാം കേട്ടോ. പാകത്തിനുള്ള റൗണ്ടിലാക്കിയിട്ട് മസാല ചേർക്കണം. ഇപ്പോൾ ആ മസാല ഇതുപോലെ റൗണ്ടിൽ പാകത്തിനാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താക്കുക, അതിൻ്റെ മേലെ അതേ വലുപ്പത്തിലുള്ള ഒരു ചപ്പാത്തി പരത്തിയത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് എന്താക്കുക, റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്നത് എന്താക്കുക, നമുക്ക് മാറ്റാം കേട്ടോ, മുറിച്ച് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഇതിപ്പോൾ അവിടെ കറക്റ്റ് പരുവത്തിലായി വന്നിരിക്കുന്നു കേട്ടോ. തല്ലത്തൊക്കെ സൈഡൊക്കെ നല്ല ഒട്ടിയിട്ട് കറക്റ്റ് ഒരു ഷേപ്പായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ഇത് ചൂടാം. അതിനായിട്ട് അവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഏകദേശം ചൂടായി വരുന്ന ടൈമിൽ ആദ്യം ചപ്പാത്തി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയൊരു ചൂട് വരുന്ന ടൈമിൽ എന്താക്കാം, അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ചൂടാകാൻ പാടില്ല. ഇതേപോലെ ഒന്ന് ഈ പരുവത്തിലാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ ഭാഗം ഒന്ന് നല്ല ചൂടാക്കി എടുക്കണം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതേപോലെ പൊന്തി വരും. ഈ സമയത്ത് എന്താക്കുക, ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് അവിടെ നല്ല പോലെ ചൂടായി വന്നിക്കുന്നത്, അത്യാവശ്യം നല്ല വെന്ത് വന്നിക്കുന്നത്. ഇനി ഇതെന്താക്കുക, നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കടി അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഞാൻ അതേപോലെ കോണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട, ഈ മസാല ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എണ്ണയൊന്നും അധികം വേണ്ട ആവശ്യമില്ല. ഇതിൽ അങ്ങനെ ഓയിലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. രാവിലത്തെ കടിക്കാണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.